നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നഴ്സുമാര് ശമ്പള വർധനവിന് വേണ്ടിയിട്ട് എത്രയോ തവണ സമരം ചെയ്തിട്ടുണ്ട്, നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ. ഇപ്പോഴും സമരങ്ങൾ നടക്കുകയാണ്. ആശാ വർക്കർമാരുടെ സമരം നമ്മൾ കണ്ടിട്ടുണ്ട്. PSCയിലെ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് ജോലി കിട്ടാതായവര്, PSCയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിൽപ്പെട്ടവർ, എത്രയോ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ അലമുറയിട്ട് നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിലും ഒക്കെ ആയിട്ട് കരയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നിരാഹാര സമരങ്ങൾ കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു സെലിബ്രിറ്റിയും വന്നിട്ട് അവരുടെ പേജുകളിലൂടെ നിങ്ങൾ ഈ പറയുന്ന സമരക്കാർക്ക് നിങ്ങളുടെ സൊമാറ്റോ വഴി, സ്വിഗ്ഗി വഴി ഫുഡ് ഓർഡർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം, ഞാനും ഇതാ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഞാനിതാ അദ്ദേഹത്തിനൊപ്പമാണ്, ഞാൻ സോനത്തിനൊപ്പമാണ്, ഞാൻ അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിക്കൊപ്പമാണ്, വിദ്യാർത്ഥികൾക്കൊപ്പമാണെന്ന് പറഞ്ഞിട്ട് കേരളത്തിലടക്കം പല വിഷയങ്ങളിൽ നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി സംഘടനകളും സമരം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ കാര്യം എടുക്കാം. കേരളത്തിലെ സെലിബ്രിറ്റികൾ എവിടെയെങ്കിലും വന്ന് പറഞ്ഞതായിട്ട് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ, കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും സപ്പോർട്ട് കൊടുത്തതായിട്ട് ഇല്ലല്ലോ. പക്ഷെ ഇപ്പോ എന്തോ സാധാരണ രീതിയിൽ കാണാത്ത, മുമ്പ് കർഷക സമരം വന്നു, അല്ലെങ്കിൽ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സമരം വന്നു, അപ്പോഴൊന്നും കാണാത്ത ഒരു വലിയ ഒരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ വളരെ വിചിത്രമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറയുന്നില്ല സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന എല്ലാ സെലിബ്രിറ്റികളും പെയ്ഡ് പ്രൊമോഷൻ നടത്തുകയാണെന്നോ അല്ലെങ്കിൽ അവർ പൈസ വാങ്ങിച്ചിട്ട് പറയുന്നതാണെന്നോ. കാരണം രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ എല്ലാവർക്കും എന്നതുപോലെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകൾക്കും തീർച്ചയായും അവകാശമുണ്ട്. ചിലർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം സമരത്തിന് പോയി പങ്കെടുക്കുന്നുണ്ട്, പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായി സംഭവിക്കാം. അതേസമയം തന്നെ ഒരു ആരോപണവും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്ന് വരെ ഒരു രാഷ്ട്രീയ വിഷയങ്ങളിലും പ്രതികരിക്കാത്ത ആളുകൾ പോലും പെട്ടെന്ന് ചാടി വീണ് ഒരു പരസ്യത്തിന്റെ മാതൃകയിൽ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, എനിക്ക് തോന്നിയതാവാം കേട്ടോ, ഞാൻ ബ്ലെയിം ചെയ്യുന്നില്ല. സീരിയസ്ലി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിത്ത് പ്രൂഫ് ഇല്ലാതെ നമുക്ക് വന്നിട്ട് അവർ പൈസ വാങ്ങിയിട്ട് ചെയ്യുകയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയത്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ, നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം ചെറിയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉള്ള 1-2 പേര്, അതിലൊരാളുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഷോക്കായി പോയി. സാധാരണ നമ്മൾ ഈ അഡ്വർടൈസ്മെന്റ് ഒക്കെ പറയുന്ന ഒരു മെത്തേഡ്, അപ്പോൾ അതെന്തോ എനിക്ക് ഒന്ന് ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും വേറൊരു സെലിബ്രിറ്റിയുടെ വീഡിയോ കണ്ടു. അപ്പോഴും അവർ വീഡിയോക്കകത്ത് പറയുന്ന രീതിയൊക്കെ കണ്ടപ്പോൾ എന്തോ എവിടെ ഒരു തകരാറ് പോലെ എന്നൊക്കെ തോന്നില്ലേ, അങ്ങനെ തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒഫീഷ്യൽ രുദ്ര ആസാദ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ്, തീരെ ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു പേജല്ല, ഒരു 10-75,000-ലധികം ഫോളോവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അയാൾ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് 4 ദിവസം മുമ്പേ. ഞാൻ ഇപ്പോൾ വീഡിയോ പ്രേക്ഷകർ കാണുന്നത് മിക്കവാറും 23-ാം തീയതി ആയിരിക്കും. അപ്പോൾ ഒരു 4-5 ദിവസം മുമ്പേ അയാൾ പങ്കുവച്ച ഒരു പോസ്റ്റ്, ആ പോസ്റ്റിനകത്ത് ഇൻസ്റ്റഗ്രാമിനകത്ത് ഞാൻ ഇന്നലെ നോക്കുമ്പോഴും അത് കിടക്കുന്നുണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ വയ്ക്കാം. അതിനകത്ത് ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു ക്യാമ്പയിൻ അദ്ദേഹത്തിൻ്റെ മെയിലിലോട്ട് വന്ന് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കറന്റ്ലി ഒരു സോഷ്യൽ മീഡിയ അവയർനെസ് ക്യാമ്പയിൻ സോനം വാങ്ചുക്കിന്റെ ആ ഒരു ഹങ്കർ സ്ട്രൈക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുകയാണെന്നും താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു മെയിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പെയ്ഡ് പ്രൊമോഷനിൽ വരുന്നത് ഒരു റീലും ഒരു സ്റ്റോറിയുമാണ്. അതിലെ കണ്ടന്റ് ഒക്കെ അവർ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ഇവർ എഗ്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഓഫർ ചെയ്തിരിക്കുന്നത് 65,000 രൂപയാണ് പൈസ ഓഫർ ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ്. അപ്പോൾ ഏതാണ്ട് 75,000-ലധികം ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ആസാദ് സിംഗ് എന്ന അദ്ദേഹത്തിന്റെ പേര് ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോയും അതിനകത്തുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം ഒരു പോലീസ് കേസ് ഇദ്ദേഹം രജിസ്റ്റർ ചെയ്തതായിട്ട് ഒരു പോസ്റ്റ് കൂടി അദ്ദേഹം ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുവിധം ജെന്യൂൻ പ്രൊഫൈൽ ആണെന്ന് തോന്നുന്നു. പക്ഷെ അപ്പോഴും ഇന്ന് AI-യുടെ കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മെയിൽ അദ്ദേഹത്തിന് വന്നു, ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. ആ മെയിൽ ജെന്യൂൻ മെയിലാണോ, ആരെങ്കിലും വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ഒരു മെയിലാണോ നമുക്കറിയില്ല. അപ്പൊ നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഇത് സത്യമാണെന്ന് പറയാൻ പറ്റുന്ന ഒരു കാലത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. ഇനി ഒരു പക്ഷേ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെ പിന്തുണച്ചുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ഒരു ക്യാമ്പയിൻ, ഒരു അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ, കൂടുതൽ സപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടോ എന്നും നമുക്കറിയില്ല. അപ്പൊ ഇങ്ങനെ ഈ 2 സാധ്യതയും ഞാൻ ഇവിടെ വയ്ക്കുകയാണ്. ഞാൻ ഒരിക്കലും വിദ്യാർത്ഥി പ്രക്ഷോഭം ഒരു കാരണവുമില്ലാതെ നടക്കുന്നതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും നീറ്റുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യേണ്ടതും ഗൗരവകരവുമാണ്. പക്ഷെ ആ ഒരു വിദ്യാർത്ഥികളുടെ ന്യായമായ പ്രക്ഷോഭത്തെ എവിടെയൊക്കെയോ ആരൊക്കെയോ വഴിതിരിച്ച് വിടുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ്. അതെന്റെ ഒരു തോന്നലായിരിക്കാം. പക്ഷെ ഒരുപാട് പേര് ഈ അഭിപ്രായം പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അക്രമ സംഭവങ്ങളും ഇതെല്ലാം കാണുമ്പോൾ ഇതിന്റെ പിറകിൽ ഇനി എന്തെങ്കിലും ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന ഒരു ന്യായമായ സംശയം മാത്രമാണ് ഇവിടെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു വലിയ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ കാണുന്നുമുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നേ വരെ കാണാത്ത പല കാഴ്ചകളും ഈ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഇത്തവണ കാണുകയാണ്.
ഒരുപാട് സംശയങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പിള്ളേർ സമരം ചെയ്യുമ്പോൾ കണ്ണടച്ചുകൊണ്ട് ഇതങ്ങ് അമേരിക്കയുടെ പദ്ധതിയാണ് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പദ്ധതിയാണെന്ന് പറയാനൊന്നും ഞാനില്ല. കാരണം ന്യായമായ ആവശ്യങ്ങൾ പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കും. ഇപ്പോൾ കർഷക സമരം, അതിലെ കർഷകരുടെ ആശങ്കകൾ ന്യായമായിരുന്നു. അവർക്ക് പേടിയുണ്ട് അവരുടെ നിലനിൽപ്പിനെ അത് ബാധിക്കുമോ എന്ന്. അതുകൊണ്ടാണ് അത് പിൻവലിക്കേണ്ടി വന്നത് ഗവൺമെന്റിന്. ഇവിടെ വിദ്യാർത്ഥികൾ ഈ പറയുന്ന ചോദ്യ പേപ്പർ ചോരുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് പ്രതിഷേധിക്കാനൊക്കെയുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ഇത്തരം പ്രതിഷേധങ്ങളെയും പ്രകടനങ്ങളും പലപ്പോഴും അക്രമാസക്തമാവുകയും ആള് കൂടുകയും അത് പരിധി വിടുകയും ചെയ്യുമ്പോൾ ന്യായമായി ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് തോന്നുന്ന ആശങ്കകൾക്ക് അടിസ്ഥാനവുമുണ്ട്. ഞാൻ വെറുതെ വന്നിരുന്ന് ആശങ്കപ്പെടുന്നതല്ല. ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ പോലെയുള്ള ഉദാഹരണങ്ങളുണ്ട്. കമന്റ് ബോക്സുകളിൽ നേപ്പാൾ സക്സസ്, ബംഗ്ലാദേശ് സക്സസ്, ശ്രീലങ്ക സക്സസ്, ഇന്ത്യ ലോഡിംഗ്, ഇങ്ങനെയൊക്കെ എഴുതിയ പല കമന്റുകളും കാണുന്നുണ്ട്. മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം തുടങ്ങിയ ഫേക്ക് ആയിട്ടുള്ള അക്കൗണ്ടുകളിൽ വരുന്ന കമന്റുകൾ കാണുന്നുണ്ട്. സോ നമ്മൾ ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ആസൂത്രിതമായിട്ട് ഒരു നീക്കം നടക്കുന്നുണ്ട്. അത് പക്ഷേ ഈ വിദ്യാർത്ഥികൾ അറിഞ്ഞുകൊണ്ടാണോ എന്ന് പോലുമില്ല. അപ്പോൾ വിദ്യാർത്ഥികളുടെ ന്യായമായ ഒരു പ്രതിഷേധത്തെ മറ്റ് ശക്തികൾ സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യാം. ലോകത്ത് നടന്നിട്ടുള്ള റെജീം ചേഞ്ചുകളെ കുറിച്ചാണ് നമ്മൾ ഇത്രയും കാലം സംസാരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇറാനിലടക്കം ട്രൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ലോകത്ത് ഉക്രൈനിൽ സംഭവിച്ചത് നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമാണ്. ഉക്രൈനിൽ നടന്നൊരു ഇതേപോലെ ഒരു അട്ടിമറിയാണ്. ആ അട്ടിമറിക്ക് ശേഷം അവിടെ ഒരു പാവ സർക്കാർ വന്നു, ഇപ്പോഴത്തെ സെലൻസ്കി ഉൾപ്പെടെ. എല്ലാം കൈവിട്ടു പോയതിന് ശേഷം നമ്മൾ വന്നിരുന്നിട്ട് അയ്യോ അങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നതിലുപരി ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൻ്റെ എല്ലാ സാധ്യതകളും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണം. വിദ്യാർത്ഥികളുടെ ന്യായമായ അവകാശങ്ങളെ ഒരിക്കലും തള്ളിപ്പറയാൻ പറ്റില്ല. നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട അവരുടെ ആശങ്കകൾക്കൊപ്പം തന്നെയാണ് വ്യക്തിപരമായി എൻ്റെയും നിലപാടെന്ന് പറയുന്നത്. അതേസമയം സമാധാനപരമായ ഒരു സമരം അക്രമാസക്തമാകുന്നതും അതിൻ്റെ പിന്നിൽ ദുരൂഹമായ ചില ഇടപെടലുകൾ ഉള്ളതായി തോന്നുന്നതും തീർച്ചയായും അതും നമ്മുടെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു പൗരൻ എന്ന നിലയിൽ അത്തരം കാര്യങ്ങളും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറവിൽ നമ്മുടെ ശത്രു രാജ്യങ്ങൾ, മറ്റു രാജ്യങ്ങളിലെ ഇന്റലിജൻസ് ഏജൻസികൾ ഒന്നും നമ്മുടെ രാജ്യത്ത് കയറി കളിക്കാൻ ഒരു അവസരം ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളും ഗൗരവമായി തന്നെ എടുക്കേണ്ടതുമാണ്. പ്രേക്ഷകരുടെ ഈ വിഷയത്തിലെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.